കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് നോമ്പുകാലം എന്ന് പറയുന്നത്. നോമ്പ് ദൈവമക്കളെ ഒരു വിജയത്തിൻ്റെ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു യാത്രയാണ്. ഈശോയുടെ പിട, സഹനം, മരണ, അടക്ക, ഉദ്ധാന രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന സമയങ്ങളിൽ ഈശോ നമ്മളോട് പറയുകയാണ്, ഈ ഒരു നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തിരിച്ചുവരവിൻ്റെ ഈശോയിലേക്കുള്ള നമ്മളിൽ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, അനുഗ്രഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പാനപാത്രമായി മാറാൻ പറ്റും എന്ന് ഈശോ നമ്മളോട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ചോദിക്കുകയാണ്. ദൈവമക്കളെ, തിരുവചനത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഒരു ഉടഞ്ഞ മൺപാത്രമാണോ ഞാനും നിങ്ങളും? നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്ന സമയമാണ്. ഈ ഉടഞ്ഞു പോയ ഈ മൺപാത്രത്തെ മിനുസമുള്ളതാക്കി അനുഗ്രഹത്തിൻ്റെ ഒരു പാനപാത്രമാക്കി മാറ്റുവാൻ, ദേശത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാജ്യങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ നോമ്പ് കാലം ഈശോ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ പലതും നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി. പ്രതിഭാസമ്പന്നനായ ഒരു യുവാവ് റോമൻ നാഗരികതയുടെ നടുക്കടലിലൂടെ ആഴത്തിലേക്ക് കുതിച്ചു ചാടി. മിലാനിലെ പ്രൊഫസർ പദത്തിനും പ്ലേറ്റോയുടെ ആദർശ ലോകത്തിനും കഴമ്പില്ലെന്ന് കണ്ടു. ഒടുവിൽ തിരിഞ്ഞു നോക്കി മണ്ണോട് മണ്ണായി തീരേണ്ട ശരീരത്തെ തൃപ്തിപ്പെടുത്തിയ ഒരവസ്ഥ, ഒന്നും നേടാനാവാത്ത ഒരവസ്ഥ. ഒരുപക്ഷെ നേടിയതൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നുള്ളൊരു ഭയം. അറിയാതെ ഹൃദയത്തിൻ്റെ അകതാരിൽ നിന്ന് നിലവിളിച്ചു, കരുണാർദ്രമായ പ്രകാശമേ, എന്നെ വലയം ചെയ്യുന്ന ഇരുട്ടിൽ നിന്ന് രക്ഷിക്കണമേ, വിദൂര ദൃശ്യം കാണണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒരടി മാത്രം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇന്നുവരെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് കടന്നു വരിക, നമ്മളിൽ തന്നെ ഒരു മാറ്റം, അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ വേണ്ടിയിട്ട്. വിശുദ്ധനായ അഗസ്തീനോസ് പുണ്യാളൻ ജീവിതത്തിലെ എല്ലാ കഴിഞ്ഞകാല അവസ്ഥകളും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ തുറന്നു വെച്ചപ്പോൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്, കരുണാർദ്രമായ പ്രകാശമേ, എന്നെ വലയം ചെയ്യുന്ന എൻ്റെ ജീവിതമാകുന്ന ഇരുട്ടിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന്. വിദൂര ദൃശ്യം. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതാപങ്ങളും മാറ്റിവെച്ചിട്ട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒന്നും എനിക്ക് വേണ്ട, നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ. ദൈവമക്കളെ, ഈ ഒരു ജീവിതമാണ് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നതും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും. എന്നെ ശ്രവിക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ, ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നമുക്ക് എളുപ്പമാണ്. ഈശോയുടെ ജീവിതത്തിലേക്ക് ഈ പീഡാസഹനങ്ങളിലൂടെയുള്ള ഈ ധ്യാന നിമിഷങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുമ്പോൾ കുരിശ് വഹിക്കാൻ മാത്രമല്ല ഈശോ നമ്മളോട് പറയുന്നത്, മറിച്ച് കുരിശുകളെ സ്നേഹിച്ച് ഈശോയിലേക്ക് നോക്കി യാത്ര ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ദൈവമക്കളെ, ഈശോയെ സ്നേഹിച്ചവർ ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ച് കണ്ടവർ തന്നെയാണ് ഈശോയെ ക്രൂശിക്കാനും പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനും ആദ്യം ഒരുമ്പെട്ടത്. പക്ഷേ ഈശോ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മകനാണെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു മകളാണെങ്കിൽ പ്രാർത്ഥനയുടെ താക്കോല് ദൈവമക്കളെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാൻ കഴിയുമെന്ന് ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, ഈശോയുടെ കുരിശ് പീഡാസഹന, കുരിശ് മരണ, ഉദ്ധാന രഹസ്യത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തന്നു. തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ജീവിതത്തിലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ പതറിപ്പോകാതെ ആടുന്ന വേലിയും അല്ലെങ്കിൽ ചരിഞ്ഞ മതിലും പോലുള്ള ഒരുവനെ തകർക്കാൻ നമുക്ക് എളുപ്പമാണെങ്കിൽ അവൻ്റെ അഭയകേന്ദ്രം, അവൻ്റെ കോട്ട എന്ന് പറയുന്നത് ദൈവമാണെങ്കിൽ അവനെ തകർക്കാൻ ആർക്കും പറ്റുകയില്ല എന്ന്. കാരണം സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയുടെ താക്കോൽ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു മകനെ ഈ ലോകത്ത് ആർക്കും തകർക്കാൻ പറ്റുകയില്ല. മക്കളെ, തിരുവചനം പറയുകയാണ്, വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ഞാൻ ആരുടെ വചനത്തെ പ്രകീർത്തിക്കുന്നുവോ
ആ വചനത്തിൻ്റെ ദൈവത്തിൽ ഞാൻ നിർഭയനായിട്ട് ആശ്രയിക്കും. മനുഷ്യന് മർത്തിന് എന്നോട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഒരു വലിയൊരു വിശ്വാസമാണ് ദൈവമക്കളെ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് വേണ്ടത്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ യേശുവിലുള്ള പരിപൂർണ വിശ്വാസം, ഇതാണ് ദൈവമക്കളെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിത അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാതെ നിരാശനായിട്ട് വല കഴുകുന്ന ഒരു പത്രോസിനെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. പല പടവുകളും മറികടന്ന് ഈശോ അവൻ്റെ പടവിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, വാക്കിന് പോലും വിലയില്ലാതിരുന്ന പത്രോസിൻ്റെ നിഴലിന് പോലും വിലയുള്ളതാക്കി യേശു കർത്താവ് മാറ്റുകയാണ്. ദൈവത്തെ അറിയുന്നവരെ, ദൈവത്തെ കാണുന്നവരെ, ദൈവത്തെ അനുഭവിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആർക്കും നിന്നെ തോൽപ്പിക്കുവാനോ തകർക്കുവാനോ പറ്റുകയില്ല. ശിഷ്യന്മാർ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇരുതല വാളാകുന്ന വചനമാണെന്ന് യേശുവിനെ കൊട്ടിപ്പിടിച്ചിട്ട്, കർത്താവേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കുവാൻ അവിടുത്തെ കരം ഞങ്ങളിൽ നീട്ടണമേ. ദൈവവചനമാകുന്ന ഇരുതല വാളാകുന്ന വചനവും യേശു നാമത്തിൻ്റെ ശക്തിയും ദൈവമക്കളുടെ നമ്മുടെ അതരത്തിലും ഹൃദയത്തിലും ഉണ്ടെങ്കിൽ ഏത് പീഡകളും ഏത് കുരിശും മരണവും നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഈശോ തൻ്റെ പീഡാസഹന മരണ ഉത്ഥാന വേളയിൽ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. നമ്മളത് ധ്യാനിക്കുകയാണ്. ദൈവമക്കളെ, ഒരുപക്ഷെ വീണുപോയ കൂടാരമായിരിക്കാം നീ, അല്ലെ തകർന്നു പോയ ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരു മകനായിരിക്കാം, മകളായിരിക്കാം. നിൻ്റെ ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് നീ വിചാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമുള്ള ആ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിതുയർത്തും. അതിൻ്റെ നഷ്ടശിഷ്ടങ്ങൾ കണ്ടെത്തി അതിനെ ഞാൻ വീണ്ടും പുനരുദ്ധരിക്കും. നഷ്ടപ്പെട്ടു പോയ ചൈതന്യവും ഐശ്വര്യം ഞാൻ വീണ്ടും പ്രദാനം ചെയ്യുമെന്ന്. ദൈവമക്കളെ, വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്ന മകനോടും മകളോട് ദൈവം പറയുകയാണ്, വീണുപോയൊരു കൂടാരമാണോ? പക്ഷേ ഈശോ അതിനെ പുനരുദ്ധരിക്കും. അതാണ് ഈശോയുടെ ഈ പീഡാസഹന മരണ ഉത്ഥാന വേളയിൽ നമ്മൾ ധ്യാനിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ദിവസങ്ങളോട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. മക്കളെ, നിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നിട്ട് വഴിയൊരുക്കാൻ ദൈവത്തിന് സാധിക്കും. മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ എല്ലാ വാതിലുകളും നിനക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു മകനാണോ മകളാണോ, അല്ലെങ്കിൽ പരാജയങ്ങളും അവഹേളനങ്ങളും തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലും ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവത്തിലൂടെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ചങ്കടലിനെ നിർത്തിക്കൊണ്ട് ഞാൻ പാതയൊരുക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതമാകുന്ന പ്രശ്നത്തിലേക്ക് ഞാൻ കടന്നു വന്നുകൊണ്ട് അവിടെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വഴിയൊരുക്കും. കാരണം അവിടുന്ന് വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ജീവനുണ്ടാകുവാൻ അത് സമൃദ്ധമായി കൊടുക്കുവാൻ യേശു കടന്നു വന്നിരിക്കുകയാണ്. മക്കളെ, ഒരു തകർന്നു പോകുന്ന, ഒരു തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. മറിച്ച് പണിതുയർത്തുന്ന, അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന, നിന്നോടൊപ്പം ജീവിത യാത്രയിൽ നിന്നോടൊപ്പം പങ്കുചേർന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദ്യനെ ആർക്കും തകർക്കാൻ പറ്റുകയില്ല. പക്ഷേ മക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ തുറവിയാണ്, നമ്മുടെ അവസ്ഥകൾ. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 മക്കൾ, ഫരിസേയനും ചുങ്കക്കാരനും ദൈവസനത്തിലേക്ക്, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവമക്കളെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 9 തൊട്ട് 14 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫരിസേയന് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപവസിക്കുന്നു, ദശാംശം കൊടുക്കുന്നു. കർത്താവ് ഓരോ അവൻ ചെയ്ത നന്മകളെ പുകഴ്ത്തിക്കൊണ്ടാണ് ഫരിസേയൻ പറയുന്നത്. പക്ഷേ ചുങ്കക്കാരൻ നോക്കുക, ദേവാലയത്തിൻ്റെ ഒരു കോർണറിൽ ചെന്നിട്ട്, ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ എന്നും അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ പോലും ഉയർത്താൻ പറ്റാതെ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ്റെ കുറവുകൾ ദൈവസന്നിധിയിൽ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാനെന്ന് ഫരിസേയൻ അവിടെ പറയുമ്പോഴും ആ ചുങ്കക്കാരൻ്റെ ഹൃദയത്തിൻ്റെ പരിവർത്തനം യേശു കണ്ടു. നീതീകരിക്കപ്പെട്ടവനായിട്ട് അവനെ സ്വന്തം ഭവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്.
ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആഴമാർന്ന അനുതാപം, ഒരു ഹൃദയ പരിവർത്തനം എന്നിലേക്ക്, അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ മാറ്റം വന്നാലും ഈശോ അത് പ്രൊക്ലെയിം ചെയ്തോളും മക്കളെ. ഒരു കുടുംബത്തിന്, ഒരു ദേശത്തിന്, ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് നിൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് മാറ്റുവാൻ സാധിക്കും. ദൈവമക്കൾ, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന് തമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതം തകർന്നു പോയ ഒരു മകനാണോ? ഈശോ പറയുകയാണ്, തളർന്നവന് ബലം നൽകുവാൻ, ദുർബല കരങ്ങൾക്ക് ശക്തി പകരുവാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. ഏത് കൊടുങ്കാറ്റും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും കാറ്റിനെയും കോളിനെയും തിരമാലകളെയും ശാന്തമാക്കിയ യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കളെ, ഈശോയെ കല്ലെറിയാൻ കടന്നു വന്നവർ, ഈശോയെ കുറ്റപ്പെടുത്തുവാൻ, നിന്ദിക്കുവാൻ കടന്നു വന്നവർക്ക് അന്ധരുടെ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഊമർക്ക് സംസാരശേഷി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. മുടന്തർക്ക് നടക്കാനുള്ള കഴിവ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എല്ലാവർക്കും കഴിവുകൾ, കൃപകൾ, അനുഗ്രഹത്തിൻ്റെ പാനപാത്രമാക്കി മാറ്റുവാൻ കഴിവുള്ള ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വിരിച്ച കരങ്ങളുമായിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അവസാനത്തുള്ള രക്തം പോലും നമുക്ക് വേണ്ടി വാർന്നൊഴുക്കിയ, ചങ്കു പിളർന്ന ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ ഒരിക്കലും ദൈവമക്കളെ തള്ളിക്കളയുകയില്ല. ഈശോയുടെ പീഡ, സഹനം, മരണ, അടക്ക, ഉത്ഥാന രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ ഓരോ കുരിശുകളും, ഓരോ വേദനകളും, ഓരോ ദുഃഖങ്ങളും, ഓരോ പ്രയാസങ്ങളും, ഓരോ പരാജയങ്ങളും, ഓരോ രോഗപീഠങ്ങളും ദൈവമക്കളെ ഈശോയുടെ സഹനത്തോട് നമുക്ക് വെച്ചു കൊടുക്കാം. ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സഹിച്ചു, പക്ഷേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ താക്കോലും ഞാൻ ഏറ്റുവാങ്ങി. പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്താൽ പിതാവിനോട് ചേർന്ന് നിന്നു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എല്ലാത്തിനെയും വിജയം വരിച്ചു. ദൈവമക്കളെ, ഈ നോമ്പുകാലം നിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തും. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്തതെന്ന് ദൈവമക്കളെ കളിയാക്കുന്നവരുടെ മുമ്പിൽ, പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കും. പ്രാർത്ഥനയുടെ താക്കോല് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. ഈ നോമ്പുകാലം അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളാക്കി, മണിക്കൂറുകളാക്കി, ആഴ്ചകളാക്കി, വർഷങ്ങളാക്കി ദൈവം മാറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.